അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, മറ്റു നാട്ടുകാരെ, ശ്രോതാക്കളെ, സ്പെയിനിന്റെ ചരിത്രത്താളുകളിൽ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ആ ധീര വനിതയുടെ ഓർമ്മകളിലൂടെ ഒരു തീർത്ഥയാത്രയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അധികാരികൾക്ക് മുമ്പിലെ പെൺസിംഹം. അതെ, അധികാരികൾക്ക് മുമ്പിലെ പെൺസിംഹം. വിശാലമായ സ്പെയിൻ നഗരം, മലകളും കുന്നുകളും മാമരങ്ങളും മലർവാടികളും സർവ്വതും ആ നാടിനെ ഭംഗിയാക്കുന്നു. സുന്ദരമായ പ്രകൃതി ഭംഗിയോടൊപ്പം ഇസ്ലാമിനെ പുൽകാനുള്ള മഹാഭാഗ്യവും സ്പെയിനിൽ ലഭ്യമായിട്ടുണ്ട്. താരിഖ് ബിൻ സിയാദിന്റെ പടയോട്ടത്തിന്റെ ആ വീരസ്മരണകൾ സ്പെയിനിന്റെ മണ്ണിൽ നിന്നും മറഞ്ഞു തുടങ്ങുന്നതേയുള്ളൂ. പക്ഷേ ആത്മീയഹാരം മറഞ്ഞു സ്പെയിനിൻ മണ്ണിൽ നിന്നും, ആദോന്നൂറ് അണഞ്ഞു മാമല നാട്ടിൽ നിന്നും. ഈമാനിന്റെ പ്രഭാവം വറ്റുന്നേ ആ നാട്ടിലിന്ന് ഫർദീനാങ്ങി താണ്ഡവമാടുന്നേ. ഓ സ്പെയിൻ, നിനക്കെന്തു പറ്റി? ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഏറ്റെല്ലാമായിരുന്നല്ലോ നീ. ഇന്ന് സ്പെയിൻ ക്രൈസ്തവരുടെ കരാഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുകയാണ്. മുസ്ലിമീങ്ങളുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ പാർപ്പിടങ്ങളിൽ താമസിക്കാൻ അവർക്കിനി അവകാശമില്ല. ക്രൂരരായ ക്രൈസ്തവരുടെ പീഡനങ്ങളിൽ മുസ്ലിം ജനത പൊറുതിമുട്ടുന്നു. ക്രൂരനായ ഫർദിനാൻഡിന്റെ ആധിപത്യം സ്പെയിനിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഇടിമുഴക്കം സൃഷ്ടിക്കുന്നു. ഇല്ല, അവിടെ ക്രൈസ്തവരുടെ പടയോട്ടമാണ്. ഓരോ മുസ്ലിം വീടുകളിലും പട്ടാളങ്ങൾ ഇരച്ചു കയറി നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു. അതാ അങ്ങോട്ട് നോക്കൂ, ആ കൊച്ചു കൂരയിൽ നിന്ന് മാത്രം ഒരു പെൺ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കിടെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിലും. ആരായിരിക്കും അത്? വരൂ, പോയി നോക്കാം. നസ്ർ പട അണിയണിയായി ചീറിപ്പാഞ്ഞു വരുന്ന മഹദി ബനി സോഫിയാന്റെ വീട്ടിൽ കയറി ചെല്ലുന്ന നിരനിരയത് മതമിലകിട് അണിയണിയിത പട നിരന്നിട്ട് ഇടറി കുഫറുകളും. മഹദി സോഫിയാന്റെ കൈകളിൽ ചങ്ങല, സോഫിയാന്റെ കൈകളിൽ ചങ്ങല. കൊടുമിക മട്ടുകൾ തട്ടുകളും തടവേറ്റ മട്ടമിലൂറ്റ ചട്ടമിൽ പടപൊരുതിടലായി, പടപൊരുതിടലായി. അതെ, അത് ധീരനായി മരിച്ചുപോയ ധീരജവാന്റെ വിധവയായ ഭാര്യ സോഫിയയുടെ ഭവനമായിരുന്നു. മതവികാരത്തിന്റെ കൊടും കാറ്റുകൾ ആ കൊച്ചു കൂരയിലേക്കും അടിച്ചു വീശി. എടി, നിന്റെ മതമേത്? ഇസ്ലാം. നിന്റെ പേരോ? സോഫിയ. പതുങ്ങിയ സ്വരത്തിൽ അവൾ പ്രതിവചിച്ചു. നിനക്ക് നീ ക്രൈസ്തവ രാജ്യത്ത് നിലനിൽപ്പ് വേണമെങ്കിൽ നിന്റെ മതം ഉപേക്ഷിക്കേണ്ടി വരും. ഇല്ല, എന്റെ മതം വിട്ട് ഒരിഞ്ച് പോലും പിന്മാറാൻ ഞാൻ തയ്യാറല്ല. സോഫിയയുടെ ധീരമായ പ്രഖ്യാപനം കിങ്കരന്മാരുടെ കാതുകൾ തുളച്ച് നെഞ്ചിൽ തറച്ചു. ഇവൾ ഇത്ര ധികാരിയോ? എങ്കിൽ ഇവളെ ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. സൈന്യം വീണ്ടും ഫർദിനാൻഡിന്റെ സന്നിധിയിലേക്ക് ദ്രുതഗതിയിൽ കുതിക്കുകയാണേ. നുറുങ്ങുന്ന ഹൃദയത്തിൽ നിറക്കുന്ന കടാശത്തിൽ പിറുക്കുന്ന ചുണ്ടുകളിൽ സോഫിയ തേങ്ങി, സോഫിയ തേങ്ങി. അതരം വിതുമ്പുന്നു, സദരം കിതുക്കുന്നു, സകലം വിറച്ചുകൊണ്ട് റബ്ബിലലിഞ്ഞു, റബ്ബിലലിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട പ്രഭു, ഞങ്ങൾ ആ പെൺപിശാചിനെ കൊണ്ട് തോറ്റു. മതമാറ്റത്തിനായി അവളോട് പയറ്റാത്ത അടവുകളില്ല. എന്നിട്ടും അവൾ വിസമ്മതിച്ചു. അവളുടെ അഹങ്കാരത്തിനു മുമ്പിൽ ഞങ്ങൾ കൂടുതൽ ഇളിമ്പ്യരായി. സൈന്യത്തിന്റെ വാർത്ത കേട്ട രാജാവ് പൊട്ടിത്തെറിച്ചു. ആരവിടെ? പിടിച്ചു കൊണ്ടുവരൂ അവളെ. എന്റെ കാരാഗ്രഹത്തിലെ ശിക്ഷകൾ അവളും ഒന്ന് രുചിക്കട്ടെ. സൈന്യം വീണ്ടും സോഫിയയുടെ ഭവനത്തിലേക്ക് കുതിച്ചു. നിർമ്മലയായ ആ മഹിളാ രത്നത്തെ അവർ കയ്യാമമിട്ടുകൊണ്ട് ഫർദിനാൻഡിന്റെ തുറുങ്കിലടിച്ചു. ജയിലിൽ അടക്കപ്പെട്ട ബീവി അവിടെ ഇരുന്ന് വിതുമ്പുകയാണ്. എന്തിനായിരുന്നല്ലേ? ജയിലിന്റെ ഉള്ളിൽ നിന്നും ജഗനോട് നീട്ടി അവർ തേടി, പരനോട് കൈകൾ കാട്ടി തേങ്ങി അവർ മതിയാവോളം സുജൂദിൽ വീങ്ങി.
റഹ്മാനെ റബ്ബ് റഊഫേ ഇരുലോകം വാഴ്ത്തിടുങ്കോനെ റഹ്മാനെ റബ്ബ് റഊഫേ ഇരുലോകം വാഴ്ത്തിടുങ്കോനെ കൃപയാലെ കുഞ്ഞിനെ കാത്തിടണം നീ എൻ അഹദേ നിത്യം നൂറ് നിറച്ച് കിനാവിലേകിടണം സ്വബറേ ജിന്നും ജബലി ജിബാലും കൊല്ലും ജുല്ലും മഹ്ലൂക്കാണല്ലാഹ് ജല്ല ജലാലെ നിന്റെ സുആലിൽ നിന്റെ ജവാബിൽ റളിയല്ലാഹ്. എടി സോഫിയ, ഇത് നിന്റെ അവസാന അവസരമാണ്. രണ്ടാലൊരു കാര്യം നിനക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ നീ നിന്റെ മതം വിട്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരിക, അതുമല്ലെങ്കിൽ നീ നിന്റെ പിഞ്ചു കുഞ്ഞിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചു കയറുക. സൈനിക തലവന്റെ ആ ധീരമായ അട്ടഹാസത്തിനു മുമ്പിൽ സോഫിയ പതറിപ്പോയി. ഇല്ല, എന്റെ മതം വിട്ട് പിന്മാറാൻ ഞാൻ തയ്യാറല്ല. അതിനുവേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും അതെനിക്കൊരു പൂമാലയാണ്. സോഫിയയുടെ വാക്കുകൾ കേട്ട രാജാവ് രോഷാകുലനായി ആ വലിയ മൈതാനത്തിൽ ഒരു വലിയ തീക്കുണ്ടാരം തന്നെ ഒരുക്കി കഴിഞ്ഞു. അല്ലാ, ഇപ്പോഴ മാതാവിന്റെ അതരങ്ങൾ എന്തൊക്കെയോ മന്ത്രിക്കുകയാണ്. എന്തായിരുന്നല്ലേ? കുഞ്ഞിക്കണ്ണ് രണ്ടും പൂട്ടി കിനാവുകൾ കണ്ടുറങ്ങൂ നീ മകനെ ജന്നാത്തുൽ ഫിർദൗസിൽ പാറി കളിക്കുന്ന ഉപ്പാന്റെ സവിധത്തിൽ നീ കരളെ ഉപ്പാന്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന മണ്ണിന്റെ മണമല്ലോ നിൻ വദനം ഉമ്മാന്റെ ജീവന്റെ ജീവനായി തുടിക്കുന്ന ഹൃദയത്തിൻ വരദാനം നിൻ വിനയം. മോനെ, നീ നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാവിന്റെ കരങ്ങളാൽ തന്നെ ഈ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ്. പക്ഷെ നീ ഇന്ന് പോകുന്നത് വന്ധ്യനായി മരിച്ചുപോയ നിന്റെ വന്ധ്യ പിതാവിന്റെ അടുക്കലേക്കാണ്. ഉപ്പയോട് എന്റെ സലാം പറഞ്ഞേക്കണേ. അവിടെ കൂടി നിന്ന ആയിരങ്ങളുടെ ഇടയിൽ നിന്നും ആ മാതാവിന്റെ കണ്ടമിടറി, കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം വിങ്ങിപ്പൊട്ടി. ആ പിഞ്ചുകുഞ്ഞിനെ താങ്ങിയെടുത്ത ഇരു കൈകളും കൊഴിഞ്ഞു പോയി, കാലുകൾ പിറകോട്ടടിച്ചു. ആ ഉമ്മ തന്റെ പിഞ്ചുമോനെ നെഞ്ചോട് ചേർത്ത് വെച്ച് തുരുതുര ചുംബിച്ചു. മോനെ, നീ ധൈര്യമായി പുഞ്ചിരിക്കൂ. അതാ അവിടെ സ്വർഗത്തിൽ നിന്റെ പൊന്നുപ്പ നിന്നെ മാടി വിളിക്കുന്നു. ആ വാക്കുകൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ പിഞ്ചുകുഞ്ഞ് ആ ഉമ്മാന്റെ കൈകളിൽ നിന്നും തീക്കുണ്ടാരത്തിലേക്ക് വീണിരുന്നു. സ്വഭാവം നഷ്ടപ്പെട്ട സോഫിയ കാലുകൾ പിറകോട്ടടിച്ച് പിറകോട്ട് മറിഞ്ഞു. ദീനിൻ പുകളോതിയ മഹിതമണിതൻ ചരിതമുരത്തിടലായി തെറ്റുകൾ കുറ്റങ്ങളെല്ലാം പൊറുത്തിടാൻ സദവേ ഇരക്കുകയായി ആരിലും തേടുകയായി. ഞങ്ങളുടെ കഥാപ്രസംഗം ഞങ്ങൾ ഇവിടെ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.